ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആകാശത്തിന് മുകളിൽ വെള്ളമായിരുന്നു, ആകാശ താഴെയും വെള്ളമായിരുന്നു. വെള്ളത്തെ രണ്ടിടത്തേക്ക് ദൈവം മാറ്റി. പക്ഷെ താഴെയുള്ള വെള്ളം അന്നും ഭൂമിയെ പരിപൂർണമായിട്ട് മൂടിയിരിക്കുക. ആ മൂടപ്പെട്ടതായിരിക്കുന്ന വെള്ളത്തെ നിന്നുകൊണ്ടാണ് സ്വർഗസ്ഥനായിരിക്ക ദൈവം അടുത്തൊരു കാര്യം പറയുവാനിടയായിത്തീർന്നത്. വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലമുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കരയും കടലും എന്ന് പറയുന്നത് കര ഒരു പർട്ടിക്കുലർ ഭാഗത്ത്, കടൽ മറ്റൊരു ഭാഗത്ത്. ഇന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം, നമ്മൾ വസിക്കുന്ന ഭൂഖണ്ഡത്തിൽ അതിന്റെ മധ്യത്തിൽ കൂടെ ഈ രാജ്യങ്ങളെ വിഭജിച്ചുകൊണ്ട് കടല് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അക്കോർഡിംഗ് ഈ പത്തിമാരുകൾ വചനത്തിൽ നിന്നുകൊണ്ട് പഠിക്കുന്നുവെങ്കിൽ, ദൈവം അന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ റീക്രിയേറ്റ് ചെയ്ത ഭൂമി, ആ ഭൂമി എന്ന് പറയുന്ന ഒറ്റ തുണ്ടായിരുന്നു. കടൽ എന്ന് പറയുന്നത് അടുത്തൊരു തുണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്, നിമ്രോദ് പാപം ചെയ്തു സമയത്ത് ദൈവം അവരെ ചിഹ്നിച്ചു കളഞ്ഞുവെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു.